അപ്പൊ കുട്ടി എന്തോ പൊത്തിലെന്തോ നിന്നെ കണ്ട കാരണമാണ് കുട്ടി കല്ലെടുത്ത് എറിഞ്ഞത്. വളരെ അടുത്ത് നിന്നിട്ടാണ് കുട്ടി എറിഞ്ഞത്. എറിഞ്ഞതോട് കൂടിയിട്ട് ഈ പൊത്തിന്നൊരു സാധനം വന്നിട്ട് കുട്ടിനെ കടിച്ചു. ഇന്നലെ ഞാനൊരു വോയിസ് കേട്ടു. അതിൽ പറയുന്ന എന്താണെന്നറിയോ, ഒരു ചെറിയ കുട്ടി അവനവൻ്റെ ഉപ്പാൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയാണ്, ഉപ്പാ നിന്നെ മാളത്തുനിന്ന് എന്തോ നിന്നെ കടിച്ച്, എന്നിട്ടത് ആ മാളത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയി എന്ന്. ആ മകനിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ വഴിയിൽ വെച്ചിട്ട് ആ മകൻ ഈ ലോകത്തോട് വിട പറയാണ്. ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വല്ലാത്ത നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ്, സഹിക്കാൻ കഴിയൂല അത് കേട്ട് കഴിഞ്ഞാല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് ഇന്നലെ 4 മണിക്ക് ശേഷം സ്കൂൾ വിട്ട് വന്നിട്ട് കുട്ടി വീട്ടിൻ്റെ മുറ്റത്ത് മെറ്റൽ കൂട്ടിയിട്ടുണ്ട്. ആ മെറ്റലിൽ നിന്ന് മതിലിൻ്റെ പൊത്തിലേക്ക് കല്ലിങ്ങനെ എടുത്ത് എറിഞ്ഞ്. അപ്പോൾ കുട്ടി എന്തോ പൊത്തിലെന്തോ നിന്നെ കണ്ട കാരണമാണ് കുട്ടി കല്ലെടുത്ത് എറിഞ്ഞത്. ഈ മെറ്റൽ കല്ലിങ്ങനെ എടുത്ത് എറിഞ്ഞ് വളരെ അടുത്ത് നിന്നിട്ടാണ് കുട്ടി എറിഞ്ഞത്. എറിഞ്ഞതോട് കൂടിയിട്ട് ഈ പൊത്തിന്നൊരു സാധനം വന്നിട്ട് കുട്ടിനെ കടിച്ചു. കുട്ടി അത് വീട്ടിൽ പറഞ്ഞില്ല. കുട്ടി പിന്നെ എറിച്ചൽ തുടങ്ങി. അവസാനം കുട്ടി പൊത്ത് നിറച്ച്, മെറ്റലിട്ടിട്ട് പൊത്ത് നിറച്ച്. അങ്ങനെ പിന്നെ കുട്ടിക്ക് ഭയങ്കര കടച്ചലും വേദനയായി. അപ്പൊ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കടനുണ്ട്. ഇന്നിപ്പോ ഇവിടെ നിന്ന് ഒന്ന് കടിച്ചിപ്പോ പൊത്തിന്നൊരു സാധനം വന്നിട്ട് ഇന്നോട് കടിച്ച് പൊത്തിലേക്ക് തന്നെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിന്റെ തണ്ടയിൽ ഇപ്പൊ കെട്ടി ഉടനെ ഗോപിനാന്റെ അവിടെ കൊണ്ടുപോയി. നോക്കുമ്പോ ഗോപിനാന്റെ അവിടേക്ക് എത്തിയപ്പോഴത്തേന് ഈ കുട്ടിക്ക് കണ്ണൊക്കെ മറിഞ്ഞു പോലെ തുടങ്ങിയാണ്. മഗ്‌രിബിന്റെ സമയത്താണ് ഗോപിനാന്റെ അവിടേക്ക് കൊണ്ടുപോയത്. മഗ്‌രിബിന്റെ അവിടുന്ന് അവർ പറഞ്ഞ് കുട്ടിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനം നിൽക്കുന്നുണ്ട്, ഇനി ആ മലങ്കരയിൽ കൊണ്ടുപോയിക്കോളി, പാമ്പാണ് എന്നാണ് തോന്നുന്നത്. കുട്ടി നീലനിറം മോഡലും തുടങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മലങ്കരയിലേക്ക് എത്തിയില്ല. കുന്നംകുളം മലങ്കരയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് കുട്ടി മരിച്ചു. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ഈ കുട്ടിനെ മയ്യത്ത് മറവ് ചെയ്തു തങ്ങൾപ്പടി ജുമാഅത്ത് പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് പരിസരത്തൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ പൊത്തിലേക്കൊക്കെ കല്ലെടുത്ത് തരുന്നതും പൊത്തിലേക്ക് കൈയിടുന്നതും പൊത്തിൽ വടിയിടുന്നതും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അസ്സലാമു അലൈക്കും.